ചേച്ചി, ഞാൻ ഇറങ്ങുന്നു. ചേച്ചി, ഞാൻ ഇറങ്ങുന്നു. നീ എന്താ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങുകയാണോ ഇത്ര വിളിച്ചു പോവാൻ? എന്താ? ഒന്ന് മറിക്കേ. അവനിത്തിരി പൈസ കൊടുക്കണം. ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കണ്ട. ചേട്ടന്റെ ചെവിയിലെത്തിക്കാൻ 100 പേരുണ്ടാവും. ഇത്രേ ഉള്ളൂ? നിനക്കെന്താ ഇത്ര ചെലവ്? സമരാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കണ്ട, ഇങ്ങി പോരണം. അതിന് ദുശാസനം സമ്മതിക്കൂ? ചേട്ടൻ കേക്കണ്ട. തൽക്കാലം ഹോളിഡേസിൽ വന്ന് നിൽക്കേ. സ്ഥിരമായിട്ട് താമസിക്കുന്ന കാര്യം ഞാൻ സാവധാനം സമ്മതിപ്പിച്ചോളാം. പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാ. ചേച്ചി എങ്ങനെങ്കിലും പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എന്തോ? പിന്നെ നിന്റെ പഴയ സ്വഭാവം ഇവിടെ എടുക്കണ്ട. കൂടെ കൂടെ താമസം മാറാനായിട്ട് ഇത് വാടക വീടൊന്നുമല്ല. എന്നാ ചോറ്. കഴിച്ചു തുടങ്ങിയോ? സ്പെഷ്യൽ ക്ലാസ് ഉള്ള നേരത്തെ പോണം. അല്ലെങ്കിൽ എന്നാ നമ്മൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളത്? കള്ളം പറയരുത്. കഴിഞ്ഞ മാസം 17-ാം തീയതി അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ നമ്മൾ ഒരുമിച്ചിരുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കിരുന്നുണ്ട് ശീലിച്ചവരോട് പറഞ്ഞിട്ടെന്താ കാര്യം? കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ പാത്രത്തിൽ ശകലം പോലും ബാക്കി വെക്കാതെ മുഴുവനും കഴിച്ച മഹാനല്ലേ. പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ വീട്ടുകാർ പറഞ്ഞില്ലല്ലോ പെണ്ണ് എച്ചിൽ നിന്ന് വളർന്നവളാണെന്ന്. നീ പോടാ. ഭർത്താവിന്റെ ഇച്ചിഷ്ടം കഴിക്കുന്നതേ ഭാര്യയുടെ അവകാശമാ. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനും ബാക്കി വെച്ചിട്ടില്ല. ഒരാള് കഴിച്ചതിന്റെ ബാക്കി മറ്റൊരാള് കഴിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പിച്ചക്കാരോ? അതുകൊണ്ടല്ല ആദ്യ രാത്രിയിൽ പാല് മുഴുവൻ ഞാൻ തന്നെ കുടിച്ചത്. കേമത്തം പറയണ്ട. എല്ലാം ഷെയർ ചെയ്യുന്നതാ മാരീഡ് ലൈഫ്. അതിന് സ്നേഹം വേണം. ഇവിടെ ഒരാൾക്ക് പേരിലേ ഉള്ളൂ. ആരാ ഈ പേരിട്ടത്? പ്രേമേന്ദ്രൻ. പ്രേമിക്കാൻ അറിയാത്തൊരു പ്രേമേന്ദ്രൻ. നല്ല സാമ്പാറ്. അടുത്താള് വരട്ടെ. നല്ല പനിയുണ്ട്. ഞാൻ തരുന്ന മെഡിസിൻ ദിവസം 3 നേരം കഴിക്കണം. മോനെ, ദാ പാല്. എന്താ മോന്റെ പേര്? ദീപു. ദാ മോനെ. ടോം ആൻഡ് ജെറി ഉണ്ടോ? ടോമും ജെറിയും പുറത്തു പോയിരിക്കാണല്ലോ. മിസ്റ്റർ അബു. യെസ്, ഐ ആം കമ്മിങ്. അവരാരാടാ കൊണ്ടുപോയത്? ആ പുന്നൂരാന്റെ വീട്ടിലെ തടിച്ച മേഡം. മിസ്സസ് പുന്നൂരാന്റെ വീട്ടിലാ. ഇന്ന് തന്നെ ഞാൻ അവരെ ഇവിടെ വിളിച്ചോണ്ട് നിർത്താം. 7 മണിക്ക് വന്നാ ടോമിനെയും ജെറിയെയും കൂട്ടിക്കൊണ്ടുപോവാ. അല്ലേ? വേറെ ഏത് കാസറ്റുണ്ട്? എങ്ങനെ ഉണ്ടാശാനെ? അയൽവാസി, ഒരു ദരിദ്രവാസി. TP ബാലഗോപാലൻ MA. അരപ്പട്ടേട്ടി ഗ്രാമത്തിൽ അവളല്പം വൈകിപ്പോയി. ആദ്യ രാത്രിക്ക് മുമ്പ് നക്ഷത്രങ്ങൾ മണിച്ചപ്പ് തുറന്നപ്പോ സൗന്ദര്യപ്പിണക്കം. ഇഷ്ടമാണ്, പക്ഷേ പോസ്റ്റ്മാനെ കാണാനില്ല. കണ്ടവരുണ്ടോ? അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സുനിൽ വയസ്സ് 20. അതോ ലോകം? മുത്താരംകുന്ന് PO. തമ്മിൽ ഒന്നും മിണ്ടാത്ത ഭാര്യ. വ്യാമോഹം. അച്ചുവേട്ടന്റെ വീട്. വിൽക്കാനുള്ള സ്വപ്നങ്ങൾ. കാണാൻ മറയത്ത് അവളുടെ രാവുകൾ. ഒടുവിൽ കിട്ടിയ വാർത്ത 6-ാം വാർഡിൽ ആഭ്യന്തര കലകം. എല്ലാം ന്യൂ അറൈവൽസ് ആണ്. ജാക്കിച്ചന്റെ കാസറ്റ് ഉണ്ടോ? ജാക്കി അച്ചായം കരാട്ടെ കാണിച്ച് ടേപ്പ് എല്ലാം പൊട്ടിയിരിക്കുക. പുതിയതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരട്ടെ, തരാം. ഞങ്ങൾ 7 മണിക്ക് വരാം. ടോം ആൻഡ് ജെറി എടുത്തു വെച്ചേക്കണം. ഓക്കേ. ഇന്നിപ്പോ എത്ര മണിക്ക് അടയ്ക്കും? ഇന്നെന്താ പതിവില്ലാത്തൊരു ചോദ്യം? അതുപോലെ കൃത്യം 9 മണിക്ക്. ഒരു 200 രൂപയും തന്നെ എന്നെ വെച്ചിട്ട് നേരത്തെ വിട്ടേക്കണം. എന്നാത്തിനാ? പാന്റ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കണം. നിനക്ക് പാന്റ് തയ്ക്കുന്നതിന് എന്റെ കാശോ? വെറുതെ വേണ്ട, ശമ്പളത്തിന് പിടിച്ചോ. ശമ്പളത്തിന് ഇരിക്കുന്ന പിടി എന്നെ. പാന്റ് ഇട്ടാലും മതി. കസ്റ്റമേഴ്സ് വരുന്നു. കാസറ്റ് എടുക്കാൻ. റെസ്പെക്ട്. കം ഇൻ പ്ലീസ്. വരൂ. കാസറ്റുകളെല്ലാം നന്നായിട്ട് ഓടിയില്ലേ? ട്രബിളൊന്നും ഇല്ലല്ലോ? ഇല്ല. മാഡം, പഴയ സിനിമയുടെ പുതിയ കാസറ്റ് വന്നിട്ടുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ? 1/2 ഡസൻ എടുക്കട്ടെ? ഒക്കെ തല്ലിപ്പൊളി പടങ്ങളായിരിക്കും. അയ്യോ അല്ല, എല്ലാം നല്ല സ്റ്റോറിയുള്ള കഥകളാ. എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കാം. സന്ധ്യ മയങ്ങും നേരം ആരോരും അറിയാതെ 2 പെൺകുട്ടികൾ നോക്കത്താ ദൂരത്തെ കണ്ണും നട്ട് ഒരു നോക്ക് കാണാൻ ഒന്നിങ്ങു വന്നെങ്കിൽ ചക്ക
എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞ് കള്ളൻ പവിത്തൻ. ചാണ്ടിക്കുഞ്ഞിന്റെ സ്റ്റെപ്പിനി ആള് മോശമല്ലല്ലോ. താങ്ക് യു ഫോർ ദ കംപ്ലൈന്റ്. ഇംഗ്ലീഷ് പറയരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് നീ. കള്ളം പവിത്രം എടുത്തോളൂ, ഞാനത് കണ്ടിട്ടില്ല. കള്ളം പവിത്രത ഞാൻ തരാം. പറയാ കാണാമറയത്ത് കള്ളിച്ചെല്ലം. രാജീവ് സാറിന്റെ മാഡത്തിനൊന്നും വേണ്ടേ? ഇന്ന് വേണ്ട, ആ. ദീപുവിന്റെ ഡാഡി സ്ഥലത്തില്ല, അദ്ദേഹം വന്നിട്ട് എടുത്തോളാം. ഞാനും രാജീവ് സാറിനെ കാണാതിരിക്കുക. ഒരു ഫിലിം സ്റ്റാറിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് സാർ ഏറ്റിട്ടുണ്ട്. ഉറൂശി കിട്ടുമോ? എന്തിനാ? ന്യൂ ഇയർ പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട്. ഓഹോ. ഞാൻ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന അതിന്റെ ക്രെഡിറ്റ് ചാൻഡീസ് വീഡിയോസിനും കൂടി ഉണ്ടാകുമല്ലോ. ഞാൻ പറയാം. താങ്ക് യു. സുലേനെ, പൈപ്പിൽ വെള്ളമില്ല. ഈ ഭാഗത്ത് 9 മണിയാകുമ്പോ വെള്ളം നിൽക്കും. നേരത്തെ പിടിച്ചു വെച്ചോണം. അയ്യോ, അറിഞ്ഞില്ല. ഇനി എപ്പ വരും? 4 മണിയാവും. അത്യാവശ്യത്തിന് വേണേ ഇവിടുന്ന് എടുക്കാം, ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ ആവശ്യം വരില്ലേ? ഓ, സാരമില്ല. പരിസരവുമായിട്ട് സഹകരണമില്ലാതെ എങ്ങനെയാ കഴിയാ? അത് വല്ലത് ഇപ്പോഴത്തെ കുട്ടികൾക്കറിയോ? അയൽവക്കമായി കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ പ്രേമേന്ദ്രന് എതിരാ. എനിക്കൊരു മോനുള്ളത് ഇതിന് നേരെ എതിരാ. അപ്പുറത്ത് പുതിയൊരു കൂട്ടിൽ വന്നിട്ട് പരിചയപ്പെട്ടില്ലെന്ന് പറഞ്ഞാലേ എന്റെ മോൻ ദേഷ്യപ്പെടും. മോൻ എവിടെയാ ജോലി? മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. MBBS 1 വർഷം പോയതാ. അവനെന്തോ പഠിക്കാൻ വയ്യെന്ന് ഒറ്റ വാശി. പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. മോന്റെ ഇഷ്ടം പോലെ ആകട്ടെന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ചു. അതുകൊണ്ടെന്താ, ഇപ്പൊ ഡോക്ടർമാരെ കാട്ടി നല്ല വരവാ. ഷോ, ഡോക്ടറെ കാണാൻ ഊഴം കാത്തു നിൽക്കുമ്പോ ഇടയ്ക്ക് ഇടിച്ചു കയറുന്ന ശല്യക്കാരായിട്ട് ഞാൻ ഇവരെ കണ്ടിട്ടുള്ളൂ. ഇത്രയ്ക്ക് ശമ്പളം കിട്ടുന്ന ജോലിയാണെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. ഈ കോളനിയിലുള്ളവർക്ക് എന്ത് ചെറിയ അസുഖം വന്നാലും മരുന്നിന് രാജീവിന്റെ അടുത്താ വരുന്നത്. അതേതായാലും ഒരു സഹായമാണ്. ആ, മോൻ വന്നെന്ന് തോന്നുന്നു. വരട്ടെ. ചെന്നാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതുമല്ല, ഒരാഴ്ച കൊണ്ട് എന്ത് വിശേഷം ഉണ്ടാവാൻ? എന്തത്, നല്ല ക്ഷീണമുണ്ടല്ലോ. ആഹാരമൊന്നും ശരിക്കും കഴിക്കുന്നില്ലേ? ഏട്ടനെ ക്ഷീണിച്ചത്. എനിക്കൊരു കുഴപ്പമില്ല. അത് പിന്നെ മോൾ അങ്ങനല്ലേ പറയൂ. മോനെ അസുഖമൊന്നുമില്ല? ഇല്ലെന്നേ. എന്റെ രാധുവിനെ മോനെയും കാണാതെ ഒരാഴ്ച ഞാൻ കഴിച്ചു കൂട്ടിയ പാടോർത്ത ദൈവം താഴെ ഇറങ്ങി വരും. പിന്നെ കള്ളം. സത്യം. ഒന്നും പറയണ്ട എന്റെ മോളെ. 80 കിലോമീറ്റർ സ്പീഡിൽ ഒരു കറക്കമല്ലായിരുന്നു. ഫ്രിഡ്ജും ടിവിയും VCRും AC ഒന്നും ഓഫർ ചെയ്യാതെ മോളുടെ രാജേട്ടൻ കുറെ നല്ല കസ്റ്റമേഴ്സിനെ അടിച്ച് വീഴ്ത്തിയില്ലേ? അപ്പൊ രാജേട്ടൻ ഇപ്രാവശ്യം ശരിക്കും സ്ട്രെയിൻ ആയിരുന്നു അല്ലേ? സ്ട്രെയിൻ ചെയ്താലെന്താ, ഫലം ഉണ്ടായില്ലേ? എല്ലാം എന്റെ മോളുടെ പ്രാർത്ഥനയാ. നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ ഒന്ന് ആഘോഷിക്കണ്ടേ? എന്നാ പറ, ഏട്ടൻ മോക്ക് എന്താ വാങ്ങിത്തരേണ്ടത്? ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ? പറ, എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോ സന്തോഷം ആഘോഷിക്കാൻ തുടങ്ങിയ മേടിച്ചു തരുന്ന സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ഇപ്പൊ തന്നെ അലമാരിയുടെ സ്ഥലമില്ല. എന്നാ നമുക്ക് ഇപ്രാവശ്യം വേറൊരു അലമാരി മേടിക്കാം. എന്താ? അല്ല, മോനെന്തേ? അപ്പൂപ്പന്റെ കൂടെ കളിക്കുക. ഹലോ. ചെറിയ ചൂടുണ്ടാ? ഒന്നുമില്ല, വെയിലത്ത് ഓടി കളിച്ചതുകൊണ്ടായിരിക്കും. മോൻ എന്തിനാ വെയിലത്ത് ഓടി കളിച്ചേ? അച്ഛാ, അച്ഛനെന്താ ഒരു വല്ലായ്മ? അമ്മ ശ്രദ്ധിച്ചില്ലേ? അതിന് നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലേ? ടൂറ് കഴിഞ്ഞു വരുമ്പോ ഏട്ടന്റെ മുന്നിൽ എല്ലാരും ക്ഷീണക്കാരാ. അതല്ല മോളെ, ചെറിയ വിളർച്ചയുണ്ട്. അച്ഛന് നോടാൻ പോയില്ലേ? അത് പിന്നെ ഒരു ദിവസം മുടക്കത്തില്ലല്ലോ. ഇതൊരു ടേബിൾ സ്പൂൺ വീതം 3 നേരം കഴിക്കണം. ഈ ക്ഷീണമൊക്കെ ഒന്ന് പോട്ടെ. നീ എന്നെ രോഗിയാക്കുവാനോടാ മോനെ? ഇത് ടോണിക്കാണച്ചാ, അമ്മയ്ക്കും കഴിക്കാം. സാമ്പിള് കിട്ടുന്ന മരുന്നൊക്കെ കോളനിക്കാരെ കൊണ്ട് കുടിപ്പിക്കുന്നത് പോരെ? ഞങ്ങളും കുടിക്കണോ? അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് വരാതെ നോക്കുന്നത്? അമ്മയ്ക്കറിയോ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഫ്രാൻസിന്റെ അമ്മ ഇനി അന്ന് തലയുറ്റി വീണു. ഞങ്ങൾ ഫീൽഡിലായിരുന്നു. വിവരം അറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ കുളിച്ച് വല്ലതും കഴിച്ചിട്ട് മതി പുരാണം. മതി, ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി നോക്കാം. വാ. പാലിരിപ്പുണ്ടെങ്കിൽ ഒരു ചായ ഇട്. പാലിരിപ്പില്ല. എന്നാ കട്ടൻ ചായ മാറ്റി. തുടങ്ങി. കോളേജ് ലെക്ചറാ. न्यायालय ने उस याचिका पर बुधवार तक सुनवाई स्थगित कर दी है जिसमें मणिपुर विधानसभा के अध्यक्ष श्री बोरा बाबू सिंह पर सदस्यों की अयोग्यता वाले मामले में न्यायालय के आदेशों की अवमानना करने के लिए कार्रवाई करने की मांग की गई है। यह सुनवाई न्यायाधीश श्री LM शर्मा के नेतृत्व वाली
ഇങ്ങനെ ഉച്ചത്തിൽ ടി വിയും വെച്ചോണ്ടിരുന്ന പുറകെ കൂടെ ആരെങ്കിലും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയി അറിയത്തില്ലല്ലോ. പുറകിലത്തെ വാതിലൊക്കെ അടച്ചിരിക്കുക, ആരും ഒന്നും കൊണ്ടുപോയില്ല. നീ എന്താ ഇത്ര താമസിച്ചത്? പൈസാറിന്റെ മകന്റെ കല്യാണത്തിന് റിസപ്ഷൻ വൈകിട്ടായിരുന്നു. അയ്യോ, അതിന്നായിരുന്നു. എന്താ എന്നെ കൊണ്ടുപോവാഞ്ഞ്? മിസ്സസ് ആൻഡ് മിസ്റ്റർ പ്രേമേന്ദ്രന്റെ പേരിലായിരുന്നില്ലേ ഇൻവിറ്റേഷൻ കാർഡ്? അത് പിന്നെ എഴുതുമ്പോ അങ്ങനെയല്ലേ എഴുതുള്ളൂ. എന്ന് വെച്ച് കുടുംബം മുഴുവൻ ഒരുങ്ങി കെട്ടി പോണമെന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? കല്യാണം എങ്ങനെ ഉണ്ടാവാൻ? ചെറുക്കൻ മണ്ഡപത്തിൽ വന്നിരുന്നു, പെണ്ണ് ഉടുത്തുരുങ്ങി അതിനടുത്ത് തന്നെ വന്നിരുന്നു, ശാസ്ത്രം വായിച്ചു, അവൻ അവരുടെ വയറ്റിൽ താലി കെട്ടി. ഇതേപോലെ പൊട്ടൻ ആട്ടം കാണുന്ന പോലെ അമ്മ ഇതെന്തോന്ന് കണ്ടോണ്ടിരിക്കുക. ഉടനെ ഒരുങ്ങാമെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഷോയ്ക്ക് പോവാം. അയ്യോ, ഞാൻ വന്നു. പേടിക്കണ്ട, മഴയൊന്നും പെയ്യില്ല. അയ്യോ അതല്ല, കാക്ക മലർന്ന് പറക്കുന്നുണ്ടോന്ന് നോക്കുമായിരുന്നു. വലിയ ഒരുക്കൊന്നും വേണ്ട, സെക്കൻഡ് ഷോയാ. आयुष्मान भव। मैं चांदी नर की गोरखा हूँ। तुमने प्यार किया? മനസ്സിലായില്ല. हिंदी नहीं मालूम? ഹിന്ദി അറിയാം, പക്ഷെ താൻ പറഞ്ഞു മനസ്സിലായില്ല. പുതിയ താമസക്കാരനാണെന്നാ ചോദിച്ചത്. അതെ, മേനെ പ്യാർ കിയ. हम किसी से कम नहीं. എനിക്ക് മലയാളം നല്ല വശമില്ല. പരന്തു റോട്ടി കപ്പട ഓർ മക്കാൻ എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പഠിച്ചതാണ്. ഹാത്തി മേരാ സാത്തി. എനിക്ക് എല്ലാ ഭാഷകളും സുഹൃത്തുക്കളെ പോലെയാണ്. ആരാണ് നിങ്ങൾക്ക് ഈ ഗൂർക്കട വേഷം തന്നത്? ശാന്തി നേർക്കി അസോസിയേഷൻ സെക്രട്ടറി, വീഡിയോ ലൈബ്രറി നടത്തുന്ന ചാണ്ടി കുഞ്ഞി സാബ്. മേരാ പിതാജി മക്കൻ സിംഗ്, ഗിരി നേർക്കി ഗൂർക്ക ഹെ. അമ്മ മലയാളിയാ, അതുകൊണ്ട് എസ്കിമോ അപ്പിനെ ഹഡലേക്കർ കർബനായ. രണ്ട് ഭാഷയും വലിയ കുഴപ്പം കൂടാതെ പറയാൻ പറ്റും. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? കരീബി ഹെടാവോ, ഒന്നും ചെയ്യണ്ട. ആ കഥകും ജനലും അങ്ങോട്ട് അടച്ചിട്ട് ചന്തോർ ബിജലി നല്ലപോലെ ഉറങ്ങിക്കോളൂ. ഞാൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. കള്ളന്മാരാരെങ്കിലും കണ്ടാൽ മുക്കന്തർ കി സിക്കന്തർ. അവന്റെ കഥ കഴിഞ്ഞത് തന്നെ. ഈ ഹിന്ദി സിനിമകളുടെ പേരും വീഡിയോ ലൈബ്രറിയിലെ ചാണ്ടി കുഞ്ഞ് പഠിപ്പിച്ചതായിരിക്കും. മനീഷ് അപ്പിനെ പരിസ്ഥിതി ഗുലാമേ. സിനിമ കൊണ്ട് നമ്മളെ പോലെ എത്ര പേരാ ജീവിക്കുന്നത്? പ്രേമേട്ടന് ഷർട്ട് മാറണ്ടേ? വേണ്ട, സിനിമയ്ക്കായിരിക്കും. ആ കിസാ കുർസിക്ക ധൈര്യമായിട്ട് പോണം. ഈ വീട്ടിൽ ഒറ്റ കള്ളം കയറാൻ ഞാൻ നോക്കിക്കോളാം. മാതാജി നമുക്കരാം. ഈ സാരി എപ്പോ പഠിച്ചു? അത് കൊള്ളാം. അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ ഉടുത്തത് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ പ്രേമേട്ടൻ എന്റെ ഏത് ഡ്രസ്സാ ഓർമ്മയുള്ളത്? ഓരോ ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. അതറിയാൻ പറ്റും. അലക്കി തേച്ച് കൊടുക്കുന്നത് അവരല്ലേ. വേഗം ഗേറ്റ് പൂട്ടി ഇറങ്ങാൻ നോക്ക്. മുഴുവൻ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പോന്നേ?